നമ്മുടെ ഹംപി ട്രിപ്പിന്റെ 6ാമത്തെ പാർട്ടാണ് ഇപ്പോൾ ഇത്. ഒരൊറ്റ വീഡിയോക്കകത്ത് ഹംപി മുഴുവനായിട്ട് നമ്മളത് കാണിച്ചു കഴിഞ്ഞാൽ ഒന്നും ആർക്കും മനസ്സിലാവാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ ഓരോരോ ഭാഗങ്ങളായി ഓരോരോ പാർട്ടാക്കി ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഇറക്കിയിട്ടുള്ളത്. ഇതാണപ്പോൾ നമ്മുടെ ജനാന എൻക്ലോഷറിന്റെ പുറത്തേക്കുള്ള വഴി. ആ ഒരു കോട്ടയും അതിന്റെ ചുറ്റുമതിലും അതിന്റെ വലിപ്പമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കോട്ടകളെ പോലെ തന്നെ വലിപ്പത്തിൽ തന്നെയാണ് ഇവർ ആനകൾക്ക് നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ അപ്പോൾ നമ്മൾ ആനകളെ കെട്ടിയിരുന്ന ആനകളുടെ തൊഴുത്താണ് കാണാൻ വേണ്ടി പോണത്. ഇവിടുത്തെ എല്ലാ നിർമ്മിതികളെയും പോലെ തന്നെ കല്ലിൽ തീർത്തിട്ടുള്ള ദീർഘചതുരാകൃതിയിലുള്ള ഒരു കെട്ടിടമാണ് ഈ ഒരു ആനക്കോട്ട. ഈ ഒരു ആനയ്ക്ക് താമസിക്കാനുള്ള ഈ ഒരു സ്ഥലത്തിന് ആനക്കോട്ട എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കൊട്ടാരം പോലെ തന്നെയാണ് ഇതിൻ്റെ നിർമ്മിതി ഉള്ളത്. 11 കൂറ്റൻ താഴികക്കുടങ്ങളാണ് ഇതിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റുക. 2 ആനകൾക്ക് ഒരേ സമയം നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള വലിപ്പമാണ് ഈ ഒരു ആനപ്പുരയ്ക്കുള്ളത്. ഈ വലിയ അറകളെല്ലാം തമ്മിൽ കണക്ട് ചെയ്യുന്ന ചെറിയ വാതിലുകൾ നമുക്ക് ഇതിനിടയ്ക്ക് കാണാൻ പറ്റും. പണ്ട് ആനപ്പാപ്പാമാർക്ക് പുറത്തേക്ക് കിടക്കാനുള്ള വഴിയായിരിക്കണം ഇന്ന് അടച്ചു വെച്ചിട്ടുള്ളത്. എത്ര ആനകൾക്ക് വേണമെങ്കിലും മേയാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ ഗ്രൗണ്ടാണ് ഇതിന് മുന്നിലുള്ളത്. മുകളിലേ വാച്ച് ടവറിന്റെ സെറ്റപ്പ് ഉണ്ട്, അതിലേക്കുള്ള വഴിയാണിത്. കൂട്ടിയിട്ടിരിക്കുകയാണ്, കണ്ട സ്റ്റെപ്പ് ഉണ്ട് മുകളിലേക്ക്. ഇതിനെ കൂട്ടിയിട്ടിരിക്കുക, മുകളിലേക്ക് കയറി പോകാനുള്ള സ്റ്റെപ്പ് ഉണ്ട് വാച്ച് ടവറിന്റെ മുകളിലേക്ക്. ഭയങ്കര സെറ്റപ്പിലല്ലേ, അന്ന് കാലത്ത് തന്നെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ട ഈ ഒരു ബിൽഡിങ്ങിനൊക്കെ ഏകദേശം 600 വർഷത്തിന്റെ മുകളിൽ പഴക്കമുണ്ട്. ഇന്നും പറ്റുന്ന രീതിയിൽ അതെല്ലാം നിലനിർത്തിയിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഇവിടുത്തെ പണിക്കാരും അതുപോലെ ഗാർഡുമാരൊക്കെ താമസിച്ചിരുന്ന ഒരു ഗാർഡ് ഹൗസ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗാർഡ് ഹൗസിനകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. ആനകളെ പരിപാലിക്കാനുള്ള ഒരുപാട് പേർക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു സ്ഥലമായിട്ടാണ് ഈ ഒരു ഗാർഡ് ഹൗസ് ഉണ്ടായിരുന്നത്. വലിയൊരു വരാന്തയും അതുപോലെ ഒരു നടുമുറ്റം പോലുള്ള ഒരു ഏരിയയുമാണ് ഈ ഒരു ബിൽഡിങ്ങിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. പൊളിഞ്ഞുപോയ പല വിഗ്രഹങ്ങളുടെയും കുറേ രൂപങ്ങളെല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാ വിഗ്രഹങ്ങളുടെയും ഡീറ്റെയിൽസ് അതിൻ്റെ അടിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിൽ കാണാത്ത തരത്തിലുള്ള പല വിഗ്രഹങ്ങളും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. ഇനിയുമുണ്ട് ഹംപിയിൽ ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ട്. അപ്പോൾ ബാക്കി വീഡിയോ ആയിട്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വന്നിരിക്കും.